കൽപ്പന സോറൻ, വയസ്സ് 39, എഞ്ചിനീയറിംഗ് MBA ബിരുദധാരി, മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ്റെ ഭാര്യ, മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ്റെ മരുമകൾ. രാഷ്ട്രീയ പ്രവേശനം 2024 മാർച്ച് 4. 8.5 മാസത്തിനുള്ളിൽ 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 2 തവണയും ഉജ്ജ്വലമായ വിജയം. പക്ഷേ ഇതൊന്നുമല്ല കൽപ്പനയെ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൻ്റെ നടുവേദിയിൽ തല ഉയർത്തി നിർത്തുന്നത്. BJP തന്ത്രങ്ങളെയും പ്രചണ്ഡ പ്രചാരണങ്ങളെയും നേരിട്ട് വിജയമുറപ്പാക്കിയ പോരാളി എന്ന പ്രതിച്ഛായയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും അടക്കം ആൾക്കൂട്ടത്തെ സ്വന്തം ഇച്ഛാനുസരണം സ്വന്തം വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തരായ നേതാക്കളായിരുന്നു മറുപക്ഷത്ത്. ഇന്ത്യ ഭരിക്കുന്ന BJPയെ പോലെ ഒരു പാർട്ടിയുടെ കരുത്ത്, തന്ത്രങ്ങൾ, പണം, കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇതെല്ലാം മറുഭാഗത്ത് നിൽക്കുമ്പോഴാണ് മോദിയും അമിത്ഷായും തുടർച്ചയായി സംസ്ഥാനത്ത് വന്ന് വമ്പൻ റാലികളും പൊതുസമ്മേളനങ്ങളും എല്ലാം നടത്തി ആൾക്കൂട്ടത്തെ ഇളക്കി മറിക്കുകയും ചെയ്തു. അവിടെയാണ് ഗോത്രവിഭാഗ നേതാക്കൾ നയിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പ്രാദേശിക പാർട്ടിയുടെ സംവിധാനങ്ങളെയും നേതാക്കളെയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയെല്ലാം പ്രതിരോധിക്കുക എന്ന ഹിമാലയൻ ദൗത്യം കൽപ്പന സോറൻ ഏറ്റെടുക്കുന്നത്. ഒപ്പം നിന്ന ചമ്പായ് സോറനെ പോലെയുള്ള തലമുതിർന്ന നേതാക്കൾ മറുകണ്ഠം ചാടി BJP പക്ഷത്തേക്ക് പോയി എന്നതുകൂടി ഓർക്കണം. അവിടെയാണ് രാഷ്ട്രീയത്തിൽ 8.5 മാസം മാത്രം പരിചയമുള്ള കൽപ്പന ഇന്ത്യ മുന്നണിയുടെ മുഖ്യ പ്രചാരണ ചുമതല ഏൽക്കുന്നത്. ഇക്കുറി 200-ലധികം റാലികളിലും പൊതുയോഗങ്ങളിലുമാണ് അവർ സംസാരിച്ചത്. ജനക്കൂട്ടത്തെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന പ്രസംഗ ശൈലിയും കുറുക്കിക്കൊള്ളുന്ന മറുപടികളുമായി അവർ കളം നിറഞ്ഞു. കൽപ്പന വന്നാൽ ആള് കൂടുമെന്ന അവസ്ഥ ജാർഖണ്ഡിൽ എവിടെയും ഉണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഗ്രാമീണർക്കുമിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞു. ഒഡിയ, ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, സന്താളി ഭാഷകളെല്ലാം അവർക്ക് അനായാസം വഴങ്ങുമെന്നതിനാൽ ഓരോ പ്രദേശത്തും എവിടെ ഏത് രീതിയിൽ പറയണം എന്നതനുസരിച്ച് പറയാനുള്ള അവരുടെ കഴിവ് കൂടി ചേർന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പാർട്ടിയുടെ മുഖമായി നിന്നു. BJPയുടെ ആരോപണങ്ങൾക്ക് ലളിതമായും യുക്തിസഹമായും എന്നാൽ മൂർച്ചയുള്ളതുമായ മറുപടികൾ നൽകി. ആദിവാസി അഭിമാനം ഉണർത്താൻ കഴിഞ്ഞു എന്നതാണ് ഇക്കുറി ജാർഖണ്ഡിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഹേമന്ത് സോറനെതിരായ കേസിനെയും അറസ്റ്റിനെയുമെല്ലാം ആദിവാസി അഭിമാനത്തിനുമേലുള്ള കടന്നുകയറ്റമായി ഗോത്രവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്താൻ കൽപ്പന സോറൻ്റെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന് കഴിഞ്ഞു. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്ന നേതാവായതുകൊണ്ടാണ് ഹേമന്ത് സോറനെ കേന്ദ്ര സർക്കാരും BJPയും കേന്ദ്ര സർക്കാർ ഏജൻസികളും നിരന്തരം വേട്ടയാടുന്നതെന്ന് അവർ ആവർത്തിച്ചു തന്നെ പറഞ്ഞു. ഹേമന്ത് സോറൻ ജയിലിൽ പോയപ്പോൾ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അനീതിക്കും സ്വച്ഛാധിപത്യത്തിന് മുന്നിൽ കുമ്പിടുക എന്നത് ആദിവാസി DNA-യുടെ ഭാഗമല്ല. സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച നടത്താനും എതിരാളികൾക്ക് മുന്നിൽ കുമ്പിടാനും തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഹേമന്ത് സോറന് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. അതിനുള്ള തിരിച്ചടി ജാർഖണ്ഡിലെ ഗോത്രവിഭാഗങ്ങൾ നൽകും എന്നാണ്. ഈ ആദിവാസി DNA-യുടെ വിഷയം അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞു. BJP ബോധപൂർവം ഉയർത്തിയ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ വിഷയങ്ങൾ അടക്കമുള്ള അത്തരം വിഷയങ്ങൾ തന്ത്രപൂർവ്വം വിട്ടുകളഞ്ഞിട്ട് ഹേമന്ത് സർക്കാർ നടത്തിയ സ്ത്രീകൾക്ക് വേണ്ടി നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയ മയ്യ യോജന അടക്കമുള്ള പദ്ധതികളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ജാർഖണ്ഡിൻ്റെ ഒരു വൈകാരികത, സംസ്ഥാനം എന്ന നിലയ്ക്കുള്ള ഒരു അഭിമാനം, ഗോത്രവർഗ മേഖലയിൽ ഗോത്രവർഗ അഭിമാനം, സർക്കാർ പദ്ധതികൾ, ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ കൽപ്പനയുടെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ. മുഖ്യമന്ത്രിയും ഭർത്താവുമായ ഹേമന്ത് സോറൻ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കേസിൽ ജയിലിൽ പോകേണ്ടി വന്ന ഘട്ടത്തിലാണ് കൽപ്പനയ്ക്ക് യഥാർത്ഥത്തിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും എല്ലാം അനൗദ്യോഗികമായ ഒരു ഉത്തരവാദിത്വം വന്നു ചേർന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിൽ അവരെ മുഖ്യമന്ത്രിയാക്കാൻ വരെ ഹേമന്ത് സോറൻ ആലോചിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു നീക്കത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ എതിർപ്പൊക്കെ ഉയർന്നു. അന്ന് കൽപ്പന സോറൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല, MLA അല്ല എന്നൊക്കെ ആലോചിക്കണം. ആ സമയത്താണ് അവരെ മുഖ്യമന്ത്രിയാക്കാൻ ആലോചിച്ചത്. പക്ഷേ പാർട്ടിയിൽ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ചമ്പായ് സോറനെ മുഖ്യമന്ത്രിയാക്കുന്നു. പിന്നീട് അദ്ദേഹം ജാമ്യത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ചമ്പായ് സോറിന് പകരം വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു.
ചമ്പായ് സോറനെ ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ കൽപ്പന സോറനെ ഒരു വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശക്തമായി നിറയാൻ തുടങ്ങിയത്. ചമ്പായ് സോറൻ കെയർടേക്കർ മാത്രമാണെന്നും ഒരു പാവ മുഖ്യമന്ത്രിയാണെന്നും ഭരിക്കുന്നത് കൽപ്പന സോറനാണെന്നുമായിരുന്നു അന്ന് BJP ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. അതേ ചമ്പായ് സോറൻ തന്നെയാണ് ഇന്നിപ്പോൾ BJP നിരയിലുള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഹേമന്ത് സോറൻ ജയിലിലായിരുന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെയും JMMൻ്റെയും നേതൃത്വം കൽപ്പന ഏറ്റെടുക്കുകയായിരുന്നു. ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലും സമ്മേളനത്തിലുമെല്ലാം കൽപ്പനയാണ് പങ്കെടുത്തത്. അന്ന് ദേശീയ നേതാക്കൾക്കൊപ്പം കൽപ്പന സോറൻ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളടക്കം അന്ന് ദേശീയ മാധ്യമങ്ങളടക്കം സംപ്രേഷണം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിൻ്റെ നേതൃത്വവും കൽപ്പന സോറൻ ഏറ്റെടുത്തു. അവർ മുന്നിൽ നിന്നുകൊണ്ടാണ് എന്ന യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ ആ സമയത്ത് പ്രചരണത്തിലെല്ലാം നയിച്ചത്. സിറ്റിംഗ് MLA ഈ സമയത്ത് രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന ഗാണ്ഡെ നിയോജക മണ്ഡലത്തിൽ നിന്ന് അവർ ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. ഒരേ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒപ്പം തന്നെ ഗാണ്ഡെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരവും രണ്ടും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അന്ന് അവർക്ക് കഴിഞ്ഞു. തൻ്റെ വിജയവും JMMൻ്റെ വിജയവും ഉറപ്പാക്കാൻ അന്ന് കൽപ്പന സോറന് കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയത്തിൻ്റെ നടുമുറ്റത്തേക്ക് വരുന്നതിന് അവർക്ക് പ്രധാന യോഗ്യതയായി മാറി. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ തന്നെ ഹേമന്തിൻ്റെ ഭാര്യ എന്ന നിലയിൽ നിന്ന് ജാർഖണ്ഡിലെ മുൻനിര നേതാക്കളിൽ ഒരാളായി മാറാൻ കൽപ്പന സോറന് കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. രാഷ്ട്രീയത്തിലേക്ക് വന്ന് കുറഞ്ഞ കാലയളവിൽ തന്നെ ജാർഖണ്ഡിൽ പ്രസംഗിക്കാനെത്തിയാൽ ആൾ കൂടുന്ന നേതാവായി കൽപ്പന സോറൻ മാറി. പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി പറയാൻ കഴിയുന്ന നേതാവായി കൽപ്പന സോറൻ മാറി. ആൾക്കൂട്ടത്തെ ആകർഷിക്കാനും കാര്യങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞു ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു നേതാവായി കൂടി ഈ കൽപ്പന സോറൻ മാറി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ പാർട്ടിയിലും സർക്കാരിലും ഇനി കൽപ്പനയ്ക്ക് എന്താവും റോൾ എന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യം.